AR ക്യാമ്പിൽ ചോദ്യം ചെയ്യലിന് ശേഷം ഇദ്ദേഹം കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇദ്ദേഹത്തിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാൻ പുറത്തേക്ക് പോലീസ് കൊണ്ടുവരും. കനത്ത സുരക്ഷയാണ് ഇപ്പോൾ പത്തനംതിട്ടയിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചില പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാം തവണയും പരാതിയുമായി അറസ്റ്റിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ചില പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുന്ന ഈ കാലത്ത് ഒരു സാധ്യതയും ഒരു രാഷ്ട്രീയ കക്ഷിയും തള്ളിക്കളയില്ല എന്നതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് പത്തനംതിട്ട AR ക്യാമ്പിന്റെ മുന്നിൽ മാത്രമല്ല, പോലീസ് കടന്നു പോകുന്ന വഴികളിലൊക്കെ തന്നെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിഷ്ണു സുരേഷ് ജനറൽ ആശുപത്രി സമീപം നിന്ന് തത്സമയം ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? വിഷ്ണു പറയൂ. ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ അവിടുത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇങ്ങോട്ടേക്ക് എത്തും. ഇവിടെ വൈദ്യപരിശോധന നടത്തുന്നതിന് പെട്ടെന്ന് തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ട്. പെരുന്നാട് CI അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇതിന്റെ ബാക്കി നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയത്. അല്പസമയത്തിനകം തന്നെ വലിയ താമസം ഉണ്ടാകില്ല എന്നാണ് അതിനകത്തു നിന്ന് ലഭ്യമാകുന്ന വിവരം. ചോദ്യം ചെയ്യൽ ഒരല്പം നീണ്ടുപോയതാണ് ഇത്രയും വൈകാൻ കാരണമായത്. ആദ്യഘട്ടത്തിൽ 8 മണിക്ക് തന്നെ വൈദ്യപരിശോധന നടത്തി പിന്നീട് അടിയന്തരമായി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനാണ് തീരുമാനിച്ചത്. പിന്നീട് G പൂങ്കുഴലി എത്തിയതോടുകൂടിയാണ് ചോദ്യം ചെയ്യൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് മാറ്റിയത്. ആ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായ ശേഷം ഇതിന് ചില നടപടിക്രമങ്ങളുണ്ട്. റിമാൻഡ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കുന്ന നടപടിക്രമങ്ങളുണ്ട്. അത് പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുക. ഇവിടുന്ന് നേരെ പത്തനംതിട്ട മജിസ്ട്രേറ്റ്, 2ാം കോടതിയാണ്, മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അത് SP ഓഫീസിന് തൊട്ടടുത്ത് തന്നെയാണ് വീട്. അതിനുശേഷം റിമാൻഡിലേക്ക്, ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ കൊടുക്കും. പക്ഷേ അത് ഇന്ന് പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പരിഗണിച്ചു കഴിഞ്ഞാൽ വീണ്ടും രാഹുൽ പോലീസ് കസ്റ്റഡിയിലേക്ക് എത്തും. വിശദമായി രാഹുലിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഒരു നിലപാട്. അസാധാരണമായ ഒരു കേസ് അല്ലെങ്കിൽ അസാധാരണമായ ഒരു മൂവ്മെന്റാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു പരാതി ലഭിക്കുന്നു. ആ പരാതി അതീവ രഹസ്യമായി തന്നെ അതിന്റെ പ്രൊസീജിയറുകളെല്ലാം പൂർത്തിയാക്കുന്നു. അറസ്റ്റ് അടക്കം അത്തരത്തിൽ രഹസ്യ സ്വഭാവത്തിലാണ് നടത്തിയത്. ആ CCTV ദൃശ്യം മാത്രമാണ് അറസ്റ്റിന് ശേഷം രാഹുലിന്റേതായി പുറത്തു വന്നിട്ടുള്ളത്. അതിനുശേഷം രാഹുലിനെ മറ്റാരും കണ്ടിട്ടുമില്ല. ഇപ്പോൾ ഈ പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിലായിരിക്കും അറസ്റ്റിന് ശേഷം രാഹുൽ മാധ്യമങ്ങൾക്ക് മുമ്പാകെ എത്തുക. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുമോ എന്നതും ശ്രദ്ധേയമായിരിക്കും. കഴിഞ്ഞ തവണയൊക്കെ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഘട്ടത്തിലൊക്കെ എല്ലാം രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ രാഷ്ട്രീയ പ്രേരിതം എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാനാവില്ല. കാരണം ഇത് ഒരാളുടെ കാര്യത്തിൽ മാത്രമല്ല, 1, 2, 3 ഇത് 3ാമത്തെ കേസാണ്. ഇനിയും കേസുകൾ വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് SIT വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം പറയുകയും ചെയ്തതാണ്. അപ്പോൾ കൂടുതൽ കേസുകൾക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ് മാത്രം രാഹുലിന് ഒഴിഞ്ഞു മാറാനാകില്ല. അതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ട്. അത് ഒന്ന്, ഈ ഭ്രൂണഹത്യ നടത്തിയതിന്റെ രേഖകൾ, ആ പെൺകുട്ടി അതിന്റെ രേഖകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇരുവരും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ട്. ഡിജിറ്റൽ തെളിവുകളുണ്ട്. ഫ്ളാറ്റ് എടുക്കാൻ നൽകിയ പണം, iPhone കൊടുത്തതിന്റെ, ഷൂ അടക്കം വാങ്ങാൻ പണം കൊടുത്തതിന്റെ രേഖകളൊക്കെ അല്ലെങ്കിൽ അതിന്റെയൊക്കെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ആ പെൺകുട്ടി കൈമാറിയിട്ടുണ്ട്. ഈ തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടം എന്ന പാലക്കാടിന്റെ UDF MLA അറസ്റ്റ് ചെയ്ത ഇപ്പോൾ SIT ചോദ്യം ചെയ്തു വരുന്നത്. അതിനുശേഷം ഇനി പെൺകുട്ടി എത്തിയ ശേഷം അവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. ബലാത്സംഗ കേസിൽ രഹസ്യമൊഴി ഒരു പ്രധാനപ്പെട്ട തെളിവാണ്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 2 ദിവസത്തിന് ശേഷമായിരിക്കും അതിന്റെ പകർപ്പ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭിക്കുക. ആ പകർപ്പ് വായിച്ച ശേഷം ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെ ചോദ്യം ചെയ്യും. അതിൽ നിന്നായിരിക്കും ഇതിന്റെ കുറ്റപത്രം അടക്കം സമർപ്പിക്കാൻ പോകുന്ന അടുത്ത നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുക. അതിനിടയിൽ മറ്റു പരാതികൾ വന്നാൽ അതും ഏറെ ശ്രദ്ധേയമായിരിക്കും. 21-ാം തീയതിയാണ് ഈ ഹൈക്കോടതിയിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ആ കേസിൽ ഇപ്പോഴും രാഹുലിന് ജാമ്യം ലഭിച്ചിട്ടില്ല. നോട്ട് അറസ്റ്റ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. 3ാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ ഈ കാര്യം അന്വേഷണ സംഘം ആദ്യ കേസിന്റെ ജാമ്യഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതിയെ അറിയിക്കും. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് ആകെ മൊത്തം കുരുക്ക് മുറുകിയിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് രാഹുലിന് പുറത്തു കടക്കുക ഒരൽപ്പം ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.